എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നല്ല നല്ല മനോഹരമായ വീടുകൾ, അതുപോലെ തന്നെ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വീട് പണിയാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ, അതുപോലെ കുറഞ്ഞ റേറ്റിലുള്ള വീടുകൾ, അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലങ്ങൾ, ഇവയെല്ലാം തേടി തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ സിനർജി ക്രിയേഷൻ എന്ന നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട് അതുപോലത്തെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള, അധികം ഓവർ ബഡ്ജറ്റില്ലാത്ത, ടാറിംഗ് റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള, വീടിൻ്റെ ഉമ്മറത്ത് തന്നെ കാറുകൾ പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള മനോഹരമായ ഒരു വീടാണ്. വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ട് ഈ വീട് എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുക. നല്ല ഭംഗിയുള്ള, ശരിക്കും പറഞ്ഞാൽ ചില വീടുകൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ കൂടുതൽ ഭംഗി അല്ലെങ്കിൽ ഷോ ഉണ്ടാകും. അതുപോലെ തന്നെ ചില വീടുകൾ നേരിട്ട് കാണുവാനായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അതുപോലെയുള്ള ഒരു വീടാണ്. വീഡിയോയേക്കാളും കൂടുതൽ ഭംഗി വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നേരിട്ട് കാണുന്നതാണ് എന്നാണ് തോന്നുന്നത്. അത്രയ്ക്കുമേൽ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള, നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷത്തിലുള്ള, അതുപോലെ തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴൊക്കെ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളുമൊക്കെ തന്നെയുള്ള അതിമനോഹരമായ, അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീടാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇത് വീടിൻ്റെ ഹാളാണ്. ഹാളും നല്ല രീതിയിൽ സ്പേസ് ആയിട്ടുള്ള, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹാളാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീടിൻ്റെ ഉള്ളിൽ ഹാളും കാര്യങ്ങളും ഡൈനിങ് ഹാളൊക്കെ വളരെ ഭംഗിയായി, വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ്. ഈ വീടിന് അധികം പഴക്കമില്ലാത്ത വീടാണ്. അതുപോലെ തന്നെ ഇവിടെ താമസമാക്കിയിട്ട് കേവലം 1 വർഷത്തെ പഴക്കം, 1 വർഷത്തേക്കാളും കുറവാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. പുതിയ വീടാണ്. ഏകദേശം 2-3 മാസം മാത്രമായിട്ടുള്ളൂ ഈ വീട്ടിൽ താമസമാക്കിയിട്ട്. ഹാളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ലൊരു ലെങ്തിയും നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷവും കാര്യങ്ങളും, ഒരു ഹാളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഒരു തിക്കുമുട്ടില്ലാത്ത അല്ലെങ്കിൽ ടൈറ്റ് ഇല്ലാത്ത, വളരെ ഫ്രീ ആയി കടന്നു ചെല്ലാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഹാളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളാണ്. പെട്ടെന്ന് ഹാളിലേക്ക് കടന്നു വരുമ്പോൾ ഡൈനിങ് കാണാത്ത രീതിയിൽ, അതുപോലെ കോണി കാണാത്ത രീതിയിലൊക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കുറഞ്ഞ ബഡ്ജറ്റിലും മീഡിയം ബഡ്ജറ്റിലും ഹൈ ബഡ്ജറ്റിലും, അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലങ്ങളും വീടുകളും നിരവധി വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നല്ല നല്ല വീടുകളൊക്കെ തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് ഈ ഓരോ വീഡിയോകൾക്കും തരുന്ന ലൈക്കുകൾ. അത് നിങ്ങൾ നൽകണമെന്ന് മാത്രം പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ മുന്നോട്ട് പോകുവാനുള്ള ഊർജം. അത് കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ നല്ല നല്ല പുതിയ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീട് വന്ന് കാണുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ പകർത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് വീടും പരിസര പ്രദേശവും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ തന്നെ നമ്മൾ പകർത്തുമ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അത് പകർത്തുന്നത്. മാക്സിമം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏരിയയും കാര്യങ്ങൾ മാത്രം കാണാൻ വരേണ്ടതുള്ളൂ. ഇത് പറയുന്നതിൻ്റെ കാരണം നമ്മളുടെ എല്ലാവരുടെയും, 2 കൂട്ടരുടെയും, കാണുവാൻ വരുമ്പോൾ നിങ്ങളുടെയും, കാണിച്ചു തരുവാൻ വരുമ്പോൾ ഞങ്ങളുടെയും സമയം എല്ലാവരുടെയും വളരെ വിലപ്പെട്ടതാണ്. അതുമാത്രമല്ല
നിങ്ങൾക്ക് ഇത് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്താൽ മതി. കേവലം 5-10 മിനിറ്റിലടങ്ങുന്ന വീഡിയോ കണ്ടാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറയുന്നും മനസ്സിലാക്കാനുമുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. ചിലർ വീട് കാണാൻ വന്നിട്ട് വീടിൻ്റെ ആ ഭാഗം കാണുമ്പോൾ അയ്യോ ഇത് ഞാൻ കണ്ടില്ല എന്ന് പറയുകയും അതുപോലെ തന്നെ അവിടെ വെച്ച് വീഡിയോ കാണാൻ നിൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. എല്ലാവരും ക്ഷമിക്കണം. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും 6.5-7 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ. അതുപോലെ തന്നെ മനക്കൊടി 3 കൂടിയ ജംഗ്ഷനിൽ നിന്നും വാടാനപ്പള്ളിയിലേക്കും തൃശ്ശൂർക്കും കാഞ്ഞാണിയിലേക്കും ഒക്കെ പോകുന്ന മനക്കൊടി ഭാഗത്തേക്കും വരുന്ന 3 കൂടിയ ജംഗ്ഷനിൽ നിന്നും കേവലം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീടും സ്ഥലവും വരുന്നത്. ഈ വീട് 4.5 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടുള്ള 2 ബെഡ്റൂം അറ്റാച്ചഡും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും ആയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ്. ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 56 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഈ വീടിന് നല്ല നല്ല മെറ്റീരിയലുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അത് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. നല്ല മെറ്റീരിയലും കാര്യങ്ങളും കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ കിച്ചൺ കബോർഡ് കാര്യങ്ങൾ സെമി ഫർണിഷ്ഡ് വീടാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളിലും നല്ല രീതിയിൽ ടൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 4.2 ടൈലും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നല്ല റേറ്റുള്ള ടൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ബാത്റൂംസിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെയും അത് നല്ല മോഡലും നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല രീതിയിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട് താഴെ ഒരു ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമാണ്. ആ 2 ബെഡ്റൂമിനും കൂടി ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമിന് അതേ ബാത്റൂം തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള, ശരിക്കും പറഞ്ഞാൽ 2 ബെഡ്റൂമിന് കൂടി ഒരു ബാത്റൂം. എന്നിരുന്നാലും ബാത്റൂമിൻ്റെ 2 ഭാഗത്ത് ഡോറുണ്ട്. ഒരെണ്ണം ബെഡ്റൂമിൽ നിന്നും ഒരെണ്ണം മറ്റേ ബെഡ്റൂമിൽ നിന്ന് വരുമ്പോൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഡോറുകളാണ്. 2 ഡോറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. മുകൾ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുള്ള, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ഓപ്പൺ ടെറസ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. തുണി അലക്കിയിടുന്നതിനും അത്യാവശ്യം വാഷിംഗ് മെഷീൻ ഇട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ അധികം വലിപ്പമില്ലാത്ത അല്ലെങ്കിൽ അധികം ചെറുതുമല്ലാത്ത ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടും പരിപൂർണമായും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. വീട് അത്യാവശ്യം ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് അന്തരീക്ഷത്തിലുള്ള ഒരു വീടാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴൊക്കെയും ആ ഒരു നല്ലൊരു വൈബ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതാണ് ഓപ്പൺ ടെറസ് സംവിധാനം. ഇവിടെയൊക്കെ തന്നെയാണ് തുണികൾ അലക്കിടുന്നതും ആ ഒരു മൂലയ്ക്കിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല നല്ല വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല വീടുകളും ഇനിയും തുടർന്ന് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.